നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അപ്പൊ തനിക്ക് എന്നെ കുറിച്ച് എന്ത് വേണേലും പറയാം. അത് കേട്ട് ഞാനങ്ങ് ഉണ്ടായിരുന്നോളാം. അത് പിന്നെ ഞാൻ കളക്ടർ അല്ലേടോ. എടോ, ക്ലബിൽ വെച്ച് കാണുമ്പോഴോ ഒന്നിച്ച് ഫോറിൻ ട്രിപ്പ് പോകുമ്പോഴോ ഇങ്ങനൊന്നും അല്ലല്ലോ. എടോ, മാസപ്പടി കൈനീട്ടി വാങ്ങുമ്പോ നേരിന്റെ വഴിയെ കുറിച്ചൊന്നും ആലോചിക്കത്തില്ല. അപ്പൊ കണ്ണടച്ച് കളയും. ഞാനൊരു തമാശ പറഞ്ഞല്ലേ ബോസേ. ഇയാൾ വിളിച്ച കാര്യം പറയേ. ആ സത്യഭാമയില്ലേ, അവരാ തോക്കിന്റെ ലൈസൻസിന്റെ കാര്യം പറഞ്ഞ് കളക്ടറേറ്റ് നിറങ്ങാൻ വരാൻ സാധ്യതയുണ്ട്. തീരുമാനത്തിനൊന്നും ഒരു മാറ്റവും വേണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാ. അത് താൻ പ്രത്യേകിച്ച് വിളിച്ചു പറയണോടോ. ജോൺ അബ്രഹാം അല്ലേ കളക്ടറുടെ കസേരയിൽ ഇരിക്കുന്നത്. പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ശരിടോ, വൈകിട്ട് ക്ലബിൽ വെച്ച് കാണാം. ഓക്കെ. സത്യഭാമേ, നിങ്ങളങ്ങ് ചെല്ല് കളക്ടറേറ്റിലേക്ക്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം. ഞാൻ പോയി അവരോട് പറഞ്ഞിട്ട് വരാം. സത്യാമ്മയോ? എന്താ സത്യം എവിടെ? എനിക്ക് കളക്ടർ ഒന്ന് കാണണമായിരുന്നു. അതിന് സത്യമ്മ തന്നെ ഇങ്ങോട്ട് വന്നോ? ഒരു കോള് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ സാറിനെ അറിയിച്ചോളായിരുന്നല്ലോ. സാറ് തന്നെ വീട്ടിൽ വന്ന് സത്യാമ്മയെ കണ്ടേനെ. അതൊന്നും വേണ്ട. അല്ല, ഇപ്പോഴാരാ കളക്ടർ? ജോൺ എബ്രഹാം സർ. എന്തോ എനിക്ക് എത്ര പരിചയം പോരാ. സത്യമ്മ കയറിപ്പോക്കോളൂ, നേരിട്ട് പരിചയപ്പെടാലോ. വേണ്ട, കുട്ടി ചെന്നൊന്ന് പറഞ്ഞാ മതി. അനുവാദം വാങ്ങണം. ശരി സത്യമേ. പിന്നെ വേറെ വിസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞു മതി. ഞാൻ വെയിറ്റ് ചെയ്യാം. സത്യമേ കാത്തിരിപ്പിക്കാനോ? നല്ല കാര്യമായി. കളക്ടർ തന്നെ എന്റെ ജോലി കളയും. ഞാൻ പറയാം. സർ. യെസ്. സർ, ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. ഞാനതിന് ഉച്ചയ്ക്ക് ശേഷം ആർക്കും അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ടില്ലല്ലോ. മുൻകൂർ അനുമതിയില്ലാതെ ആർക്കും ജില്ലാ കളക്ടറെ കാണാൻ പറ്റില്ലെന്ന് അറിയില്ലേ അനുപല്ലവിക്ക്? സർ, ഇത് സത്യാമ്മയാണ് സർ. സത്യാമ്മയോ? ഏത് സത്യാമ്മ? ഓ, മനസ്സിലായി. ഞാനിവിടെ ചാർജ് എടുക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു പെൺമാടമ്പിയെ പറ്റി മുന്നറിയിപ്പ് തന്നിരുന്നു പലരും. ഇവിടത്തെ കിരീടം വയ്ക്കാത്ത റാണിയാണല്ലോ അവര്. മന്ത്രിമാരടക്കമുള്ളവരെ കാണാൻ അവർക്ക് അപ്പോയിന്റ്മെന്റിന്റെ ആവശ്യമില്ല. സത്യഭാമയെ കാണാൻ അവരാണല്ലോ ക്യൂ നിൽക്കേണ്ടത്. പക്ഷേ ജോൺ അബ്രഹാമിന്റെ അടുത്ത് അതൊന്നും വിലപ്പോവില്ല. അവരല്ല, സർക്കാരാ എനിക്ക് ശമ്പളം തരുന്നത്. അവരുടെ കിമ്പളത്തിന്റെ ആവശ്യം എനിക്കില്ല. ജോൺ അബ്രഹാമേ വേറെ ജനസാ. ഞാൻ അവരോട് എന്ത് പറയണം സർ? ഒരു കാര്യം ചെയ്യേ, വെയിറ്റ് ചെയ്യാൻ പറ. സർ, 3:30 ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റുമായുള്ള മീറ്റിംഗ്. ഇപ്പൊ സാർ ഫ്രീ ആണെങ്കിൽ. ആരെ എപ്പോ കാണണമെന്ന് ഞാൻ തീരുമാനിക്കും. അനുപല്ലവി എന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണ്, അല്ലാതെ എന്റെ ഉപദേശകയല്ല. സോറി സർ. ഒരു സത്യാമ്മ, സത്യഭാമ എന്നുള്ള പേര് മുഴുവൻ ഉച്ചരിക്കാൻ പേടിയാ എല്ലാത്തിനും. പഴയ ഫ്യൂഡൽ മാടമ്പിത്തരമൊക്കെ അങ്ങ് അടുക്കി കെട്ടിവെച്ചേക്കാൻ പറ. കളക്ടർ ജോൺ അബ്രഹാമിനെ കാണണമെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറ. ശരി സർ. ആൻഡ് വൺ മോർ തിങ്, ഞാൻ വിളിക്കാതെ ഇനി എന്റെ റൂമിലേക്ക് ആരും കയറി വരണ്ട. അനുപല്ലവി അടക്കം. യെസ് സർ. എന്നാ പോ.
മേയർ ഇപ്പൊ വരില്ലേ? വരുമെന്നല്ലേ പറഞ്ഞത്? ഒന്ന് വന്നു കിട്ടിയാൽ മതിയായിരുന്നു. ഏതായാലും വന്നു കണ്ടിട്ടല്ലേ പോകാൻ പറ്റൂ. മേയർ വരുന്നുണ്ട്. മേയർ 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 സിന്ദാബാദ്. മേയർ 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 സിന്ദാബാദ്. മേയർ 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 സിന്ദാബാദ്. പൊന്നേ കരളെ ഞങ്ങളുടെ മുത്തേ, പൊന്നേ കരളെ ഞങ്ങളുടെ മുത്തേ, പൊന്നേ കരളെ ഞങ്ങളുടെ മുത്തേ, പൊന്നേ കരളെ ഞങ്ങളുടെ മുത്തേ. മുത്താണ് മേയർ, സ്വത്താണ് മേയർ, മുത്താണ് മേയർ, സ്വത്താണ് മേയർ. ഞങ്ങളുടെ മുത്താണ് മേയർ, സ്വത്താണ് മേയർ. പൊന്നേ കരളെ ഞങ്ങളുടെ മുത്തേ, പൊന്നേ കരളെ ഞങ്ങളുടെ മുത്തേ, മുത്താണ് മേയർ, സ്വത്താണ് മേയർ. ആരാ നമ്മുടെ മേയർ? മേയർ കീ സുസ്മിത കീ. മേയർ 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 സിന്ദാബാദ്. ആരാ നമ്മുടെ മേയർ? എന്നെ പെട്ടെന്ന് മുന്നിൽ കണ്ടപ്പോ നിങ്ങൾക്കുണ്ടായ ആവേശവും ഉത്സാഹവും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അത് മറ്റു ജനങ്ങൾക്ക് ശല്യമാവാൻ പാടില്ല. നിങ്ങളിൽ ഒരാൾ മാത്രമാണ് ഞാൻ, നിങ്ങളെപ്പോലൊരാൾ. സത്യമേ, സമയം പോകുന്നു. അവിടെ സ്റ്റേഷനിൽ വിഷ്ണു. ഇനി എന്റെ മകനെ അവർക്കൊന്നും ചെയ്യാനാവില്ല. അല്ലെങ്കിൽ അവനെ കൊല്ലണം. അവന്റെ ദേഹത്ത് തൊട്ടുപോയ സ്ഥിതിക്ക് ആ സ്റ്റേഷനിലുള്ള ഓരോരുത്തർക്കും അത് തന്നെയാവും നല്ലത്. സത്യമേ, നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര സമയമായി? നമുക്ക് മുമ്പുണ്ടായിരുന്നവരൊക്കെ കളക്ടറെ കണ്ടു, അതിനുശേഷം വന്നവരും കയറി കണ്ടു. ഇതെന്താ നമ്മളോട് മാത്രം ഇങ്ങനെ? ആ കുട്ടി പോയി പറഞ്ഞല്ലോ. പറഞ്ഞിട്ടെന്തിനാ? അതിനുശേഷം ആ കുട്ടി നമുക്ക് മുഖം തന്നിട്ടില്ലല്ലോ. ചിലപ്പോ കളക്ടർക്ക് നേരത്തെ ചാർട്ട് ചെയ്ത പ്രോഗ്രാംസ് ഉണ്ടാവും. എന്നാലും പുറത്ത് കാത്തിരിക്കുന്നത് സത്യാമ്മയല്ലേ? സത്യാമ്മയല്ലടാ, വെറും ഒരമ്മ. മകനെ ചില രാക്ഷസന്മാരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ ദൈവത്തേടി കാത്തിരിക്കുന്ന വെറും ഒരമ്മ. സത്യമേ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.